നമസ്കാരം. 2021 വീണുകിട്ടിയ ഊർജവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് LDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതായത് ഇക്കണ്ട അഴിമതിയൊക്കെ സർക്കാരിനെതിരെ ഉയർന്നുവെങ്കിലും എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന ചിന്താഗതിയോടെയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 10 കൊല്ലത്തിനുള്ളിൽ അനുഭവിച്ചറിഞ്ഞ എല്ലാ അഴിമതി കേസുകളും കേരളത്തിലെ ജനങ്ങളിൽ ഒരു കുലുക്കവും സൃഷ്ടിക്കില്ല എന്നതും, പ്രതിപക്ഷത്തുള്ളവർ പിണറായിയെ നേരിട്ട് ആക്രമിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എല്ലാം ചെയ്തത് എന്ന് വിളിച്ചു പറയുമ്പോഴും അവിടെയൊക്കെ പിണറായി കൂടുതൽ കരുത്താർജിക്കുകയായിരുന്നു. മറിച്ചു നോക്കിയാൽ പിണറായി വിജയൻ നേരിട്ട് ആക്രമിച്ചത് മാണിയെയും കുഞ്ഞാലിക്കുട്ടിയെയും ഉമ്മൻചാണ്ടിയെയും കരുണാകരനെയുമാണ്. ആ ആക്രമണങ്ങളിൽ അവിടെയൊക്കെ പ്രതിച്ഛായ തൽക്കാലത്തെങ്കിലും തകർക്കുവാൻ LDFന്, പ്രത്യേകിച്ച് CPMന് സാധിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വന്നപ്പോഴും ആഗോള അയ്യപ്പ സംഗമത്തിൽ വിചാരിച്ചതുപോലെ ജനപങ്കാളിത്തം കുറഞ്ഞതും പ്രതിപക്ഷ നേതാവ് അതിനെ എതിർത്തതും സഹാക്കൾ കൂടുതൽ കരുത്താവുകയും ചില പ്രബല മാധ്യമങ്ങൾ അതിനെ സ്ഥിരമായി വാർത്തയാക്കുകയും ചെയ്തപ്പോൾ പിണറായിക്ക് മനസ്സിലായി ഇത് മറ്റുള്ള അഴിമതി കഥ പോലെ ആവില്ല എന്ന്. ഇതിൽ ജനം ഇളകുമെന്നതും പ്രതിപക്ഷം മുറുക്കി പിടിച്ചാൽ അത് ഭരണത്തെ ബാധിക്കുമെന്നും അദ്ദേഹത്തിന് പിടികിട്ടി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ പിണറായി 3.0 തുടരുമെന്നൊക്കെ പറയുന്നത് വൃഥാവിലാവുമെന്നത് പിണറായി വിജയനും മണം പിടിച്ചിരുന്നു.